സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്ക് കൈത്താങ്ങായി എറണാകുളം മഹല്ല് കൂട്ടായ്മ. കൽപ്പറ്റയിൽ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനുവിന്റെ സഹകരണത്തോടെ കണ്ടെത്തിയ 1.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഒരു പള്ളിയും 20 വീടുകളും നിർമ്മിച്ചു നൽകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി എറണാകുളം മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലുവ തോട്ടക്കാട്ടുകര ജമാഅത്ത് അങ്കണത്തിൽ നിന്ന് പ്രതിനിധി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. പ്രകൃതി ദുരന്തം മൂലം സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. കൽപ്പറ്റയിൽ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനുവിന്റെ സഹകരണത്തോടെ കണ്ടെത്തിയ 1.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഒരു പള്ളിയും 20 വീടുകളുമാണ് നിർമ്മിച്ചു നൽകുന്നത്. എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 ദിവസക്കാലത്തോളമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് ജില്ലയിൽ 1.25 ഏക്കർ ഭൂമി ബഹുമാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകൻ മാനു സാഹിബിന്റെ സഹകരണത്തോടെ കണ്ടെത്തുകയും അവിടെ 20 വീടുകളും ഒരു പള്ളിയും പണിയുക എന്ന ഒരു പദ്ധതി മുൻനിർത്തിക്കൊണ്ട് ആലുവ തോട്ടക്കാട്ടുകര ജമാഅത്ത് അങ്കണത്തിൽ നിന്ന് മഹല്ല് കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ ഷെരീഫ് പുത്തൻപുരയുടെ നേതൃത്വത്തിലാണ് യാത്ര തിരിച്ചത്. മഹല്ല് കൂട്ടായ്മ വൈസ് ചെയർമാൻമാരായ കെ എ അലിക്കുഞ്ഞുവല്ലം, കെ കെ ഇബ്രാഹിം, ജനറൽ സെക്രട്ടറി സി കെ അമീൻ, ചീഫ് കോർഡിനേറ്റർ ടി എ മുജീബ് റഹ്മാൻ, ജില്ലാ സെക്രട്ടറിമാരായ എം എം നാദിർ ഷാ തോട്ടക്കാട്ടുകര, പി എ നാദിർ ഷാ കൊടികുത്തുമല, കെ ബി കാസിം പട്ടാളം, അബ്ദുൾ ജമാൽ ഏലൂക്കര, മുഹമ്മദ് കുഞ്ഞ് തോട്ടക്കാട്ടുകര, ബഷീർ തോട്ടക്കാട്ടുകര, നാസർ കുപ്പശ്ശേരി, അൻവർ ഫിറോസ്, നൂറുദ്ദീൻ എറണാകുളം, ഷെരീഫ് കുറുപ്പാലി, ഷബീർ കുറ്റിക്കാട്ടുകര, അജാസ് കാലടി, അൻസിൽ പാടത്താൻ, നിസാർ മുനമ്പം, റഷീദ് ചെമ്പരത്തുകുന്ന്, ഷിഹാബ് ചലിക്കവട്ടം തുടങ്ങി 21 പേരാണ് സംഘത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്